Hi friends, welcome to Taste of Your Choice. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ആലു പൊറാത്ത. വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ആലു പൊറാത്ത തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആലു പൊറോട്ട റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കുന്ന രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോകാത്ത രീതിയിൽ കുഴച്ചെടുക്കുക. ഇതിപ്പം പകുതി ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് ഞാൻ കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ട് ഇതിനും ബാക്കി കുഴയ്ക്കാൻ പോവുകയാണ്. ഓയിലെന്ന് പറയുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾ ഏതെണ്ണയാണോ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കുന്നവർക്കാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ കൂടി ഒന്ന് തടവി കൊടുക്കണം. അല്ലെങ്കിൽ മാവിൻ്റെ മുകൾ ഭാഗം ഒത്തിരി നേരം ഇരിക്കുമ്പോൾ അങ്ങ് ഡ്രൈ ആയിപ്പോവും. ഇപ്പോൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ സമയം വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കാം. ഇനി ഇത് അടച്ച് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുക്കുന്ന സമയത്ത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്തെങ്കിലേ നമ്മൾ പരത്തുന്ന സമയത്ത് പൊടിഞ്ഞു പോകാതിരിക്കത്തുള്ളൂ. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവോളയാണ്. അത് നമുക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. അതോട് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഇതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മല്ലിയില ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തെടുത്താണ്. അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആവണം ഇത്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മൊത്തത്തിലെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവും അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആലു പൊറോട്ട എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന രീതിയിൽ തന്നെ ഇത് പരത്തിയെടുക്കാം. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള മാവ് വേണം നമ്മൾ എടുക്കാൻ. ഇപ്പം ഞാനിത് മാവൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. ആദ്യം ഒരുപാട് വലുപ്പത്തിൽ വേണ്ട, ഒരു ചെറിയതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. പരത്തിയിട്ട് നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. പൊട്ടറ്റോയുടെ ഫില്ലിങ് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം ഒരു സ്പൂണ് ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. പൊട്ടറ്റോയുടെ മിക്സ് നമുക്കിതിലേക്ക് വെച്ചിട്ട് ഇനിയും വീണ്ടും ഒന്നുകൂടെ പരത്തി കൊടുക്കാം. ഈ രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി ഇത് ഫില്ലിങ് വെച്ചേക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതേ രീതിയിൽ ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഇത് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പം നന്നായിട്ട് മടക്കി ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇതേ രീതിയിലൊന്ന് പ്രസ് ചെയ്തിട്ട് മാവ് മുക്കി നമുക്കിനി ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ഇത് നമ്മൾ പരത്തിയെടുക്കാൻ. കാരണം ഇതിനകത്ത് പൊട്ടറ്റോ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നങ്ങ് പൊടിഞ്ഞു പോവും.
അല്ലെങ്കിൽ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നമ്മൾ പൊട്ടറ്റോ പൊടിക്കുന്ന സമയത്താണേലും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതേ രീതിയിൽ നമുക്കൊന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തി കൊടുക്കാം. ഒരുപാട് കട്ടിയില്ലാതെ തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അതേ രീതിയിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് നമുക്കിനി ഇത് ചുട്ടെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം പരത്തിയെടുക്കണം. അപ്പം ഇത് ഞാൻ ആദ്യം എന്തായാലും ഇതൊരു പൊറോട്ട ചുട്ടെടുക്കാൻ പോവാണ്. തീ നന്നായിട്ട് തവയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇത് രണ്ട് സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അതുപോലെ നമുക്ക് എല്ലാ ആലു പൊറോട്ടയും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ അടുത്തതും അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതും പരത്തിയിട്ടുണ്ട്. അത് നമുക്കതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ അതും അതേ രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. അങ്ങനെ ആലു പൊറോട്ട മൊത്തത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആലു പൊറോട്ടയാണിത്. ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു സൈഡ് ഡിഷും ഇല്ലാതെ നമുക്കിത് കഴിക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതേ രീതിയിൽ ട്രൈ ചെയ്യുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.